അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസ്തഫ മൻഫറിയൂത്തിയുടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. 21-ാം യൂണിറ്റിലെ രണ്ടാമത്തെ ടെക്സ്റ്റ് അൽ ഗനിയ്യു വൽ ഫക്കീറു. അൻ നദറാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കിതാബിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിൽ അദ്ദേഹം ഒരു പാവപ്പെട്ട ആളുടെയും അതേപോലെ തന്നെ ഒരു പണക്കാരനായിട്ടുള്ള ഒരാളുടെയും രണ്ടുപേരുടെയും അവസ്ഥകൾ വിവരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പാരഗ്രാഫ്, നമുക്ക് പാരഗ്രാഫ് ആശയം പറഞ്ഞു പോകാം. ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഇദ്ദേഹം ഒരു പാവപ്പെട്ട ഒരാളുടെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഈ പാവപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊരു വേദനയുള്ളതുപോലെ ഇദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ സമയത്ത് ഈ പാവപ്പെട്ട ആൾ പറഞ്ഞു, എൻ്റെ വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യനെ ഭക്ഷിപ്പിച്ചു. അതിനുശേഷം ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കലേക്ക് പോയി. തൻ്റെ സുഹൃത്താണെങ്കിൽ വളരെയധികം ധനികരായ ഒരു വ്യക്തിയാണ്. ഈ സുഹൃത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോഴും ഇദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി. കാരണം ഈ സുഹൃത്തും ഈ പാവപ്പെട്ട ആൾ ചെയ്തതുപോലെ തന്നെ എന്തോ വേദന കാരണത്താൽ വയറിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് തൻ്റെ സുഹൃത്ത് പറയുന്നത് അദ്ദേഹത്തെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചത് കാരണത്താൽ, ഭക്ഷണത്തിൻ്റെ ആധിക്യം കാരണത്താൽ എനിക്ക് വയറുവേദന വന്നു എന്നാണ് ആ സുഹൃത്ത് അദ്ദേഹത്തിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ കുറിക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ പാവപ്പെട്ട ആളുകൾക്ക് ധനികർ അവരുടെ സമ്പത്തിൽ നിന്ന് ബാക്കിയായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത ധനം ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ആർക്കും ഒരു വേദനയോ ഒരു രോഗമോ വരില്ലായിരുന്നല്ലോ. ഒരാൾ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുന്നത് വരെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ ധനികരായിട്ടുള്ള ആളുകളാണെങ്കിലോ അവർ അവരുടെ നഫ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ആ നഫ്സിൻ്റെ മേൽ അധികമാക്കിക്കൊണ്ട് ഒരുപാട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ധനികന്മാർ എന്താണ് ചെയ്യുന്നത്? അവർ യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ടവരുടെ സ്വഭാവത്തിൽ അവരുടെ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അവരുടെ സുപ്രയിലേക്ക് വെക്കുകയാണ്. അഥവാ അവരുടെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് അവർ ഭക്ഷിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ കാഠിന്യത്തിൻ്റെ മേൽ അവർ ചെയ്ത അക്രമം നല്ലതായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ജീവിതം നല്ല പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഈ ഒരു അക്രമത്തിൻ്റെ മേൽ കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്തരത്തിലുള്ള വയറുവേദനകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒരു പഴഞ്ചൊല്ല് കൂടെ പറയുന്നുണ്ട്, ബിത്നത്തുൽ ഗനിയ്യി ഇൻതിഖാമുൽ ലിജൂഇൽ ഫഖീരി. ഈ ധനികനായ മനുഷ്യർക്ക് വരുന്ന വയറുവേദന അത് പാവപ്പെട്ടവൻ്റെ വിശപ്പിൻ്റെ പ്രതികാരമാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, മാതൊമനത്തി സമാ ബിമായിഹ. ആകാശം ഒരിക്കലും അതിൻ്റെ വെള്ളത്തെ തടഞ്ഞു വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഭൂമി ഒരിക്കലും അതിൻ്റെ സസ്യങ്ങളെയും പിശുക്കിയിട്ടില്ല. പക്ഷേ ശക്തനായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകളുടെ മേൽ ഇതിനെ അസൂയ വെച്ചുകൊണ്ട് അവരെ തൊട്ട് ഇതിനെ വിദൂരമാക്കുകയും അതുപോലെ തന്നെ ഇത് അവരെ തൊട്ട് തടഞ്ഞു വെക്കുകയുമാണ്. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ ധനികർ അതിനെ തടഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഇയാൾ വളരെ ദരിദ്രനായി മാറും. അയാൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായി തീരും. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ടവൻ്റെ ശത്രു എന്ന് പറയുന്നത് ഈ ധനികരാണ്, അല്ലാതെ ആകാശമോ ഭൂമിയോ അല്ല. അടുത്ത പാരഗ്രാഫിലൂടെ അദ്ദേഹം പറയുന്നത്, ലൈതനി അംലിക്കു ദാലിക്കൽ അഖലല്ലദി യംലിക്കു ഹൗലാഇൻ നാസി. ആ ജനങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ധനികരായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്ന ആ ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധി വെച്ചുകൊണ്ട് അവർ ഈ മാലിനെയെല്ലാം ഈ സമ്പത്തിനെയെല്ലാം ഉടമപ്പെടുത്താനുള്ള കാരണം അവരുടെ ന്യായം എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുകയാണ്. ശക്തരായ ആളുകൾ പാവപ്പെട്ടവൻ്റെ ബലഹീനൻ്റെ സ്വത്തെല്ലാം പിടിച്ചു വെക്കാനുള്ള അവരുടെ ന്യായം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു, അവരുടെ ആ ഒരു ന്യായം, അവരുടെ ആ തെളിവ് അത് അവരുടെ ശക്തിയാണെങ്കിൽ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് ഈ പാവപ്പെട്ടവൻ്റെ ബലഹീനൻ്റെ റൂഹ കൂടെ, അവൻ്റെ ആത്മാവിനെ കൂടെ ഉടമപ്പെടുത്തിക്കൂടായിരുന്നോ എന്ന് അദ്ദേഹം ഒരു പരിഹാസ രൂപേണ ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ ജീവനുള്ള ആളുകളുടെ മുമ്പിലുള്ള ആ ജീവൻ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിലുള്ള ഒരു ഉരുളയേക്കാൾ മൂല്യമുള്ളതൊന്നുമല്ല. അതുപോലെ തന്നെ ഇനി അവരുടെ ന്യായം, അവരെല്ലാം ആ സ്വത്തൊക്കെ അവരുടെ ഉപ്പമാരിൽ നിന്ന് അവർക്ക് അനന്തരമായി ലഭിച്ചതാണ് എന്നാണ് അവരുടെ ന്യായമെങ്കിൽ അവർ എന്തുകൊണ്ട് അവരുടെ ഉപ്പമാരുടെ സ്വത്ത് മാത്രം അനന്തരമായി എടുക്കുന്നു? അവരുടെ അക്രമം കൂടി ഇവർക്ക് അനന്തരമാക്കി കിട്ടേണ്ടതല്ലേ? അവരുടെ ഉപ്പമാർ അക്രമം ചെയ്തുണ്ടാക്കിയതല്ലേ? ആ അക്രമവും ഇവർക്ക് അനന്തരമായി കിട്ടുന്നില്ലേ? അവരുടെ പിതാക്കന്മാർ പാവപ്പെട്ടവരിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു സ്വത്ത് ഇവർക്ക് അനന്തരമായി കിട്ടുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ അവരുടെ അവകാശികളായിരുന്നെങ്കിൽ ഈ സ്വത്തിനെ പാവപ്പെട്ടവർക്ക് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഈ പാവപ്പെട്ടവർക്ക് അവരുടെ സ്വത്തിനെ അവർ തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ലേ? അവർ അത് ഉടമപ്പെടുത്തിയാണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരും ആ അക്രമം തുടരുകയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്.
അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് മാതുലമൽ അഖവിയാവും ബനി ഇസ്രായേൽ, മനുഷ്യരിൽ നിന്നുള്ള ശക്തരായ ആളുകൾ എത്ര അക്രമകാരികളാണ്, അവരുടെ കൽബുകൾ, അവരുടെ ഹൃദയങ്ങൾ എത്ര ദൃഢമായതാണ്, കഠിനമായ ഹൃദയങ്ങളാണ് അവരുടെ ഹൃദയങ്ങൾ. അവരുടെ വിരിപ്പിൻ്റെ മേൽ വളരെ അധികം സുഖത്തോടുകൂടെ മിൽ അജഫനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൺപോളകളും പൂർണ്ണമായി കൊണ്ട് അവർ ഉറങ്ങുന്നു. എന്നാൽ അവരുടെ അയൽവാസി വളരെ വിറച്ചുകൊണ്ട്, തണുപ്പ് കാരണം വിറയ്ക്കുന്നത് അവർക്കൊരു പ്രശ്നമാവുന്നില്ല. ആ അയൽവാസി തണുപ്പ് കാരണം വിറച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്നാൽ ആ അയൽവാസിയുടെ കരച്ചിൽ ഇവൻ്റെ കിടപ്പറയിൽ ഇവൻ കേൾക്കുന്നുണ്ടെങ്കിലും ഇവനതൊരു പ്രശ്നമാവുന്നില്ല. അതുപോലെ തന്നെ അവനവൻ്റെ ഭക്ഷണ ടേബിളിന് മുമ്പിൽ ഇരിക്കുന്നു. അതിലൊരുപാട് ഇനങ്ങളുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിൽ വേവിച്ചതുണ്ട്, കഷ്ണം മുറിച്ച ഇറച്ചികളുണ്ട്, അതിൽ മധുരമുള്ളതുണ്ട്, കയ്പുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് വിധം ഭക്ഷണങ്ങളുണ്ട്. എന്നാൽ അവൻ്റെ കുടുംബത്തിൽ തന്നെ അവൻ്റെ ഈ ഭക്ഷണത്തളികയിൽ നിന്നുള്ള പൊട്ടും പൊടിക്കും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നവൻ അറിഞ്ഞിട്ടും ആ ഭക്ഷണത്തോടുള്ള അലച്ച, ആ ഭക്ഷണത്തോടുള്ള ആഗ്രഹം അവൻ ഇല്ലാതാവുന്നില്ല. അവരുടെ ഭക്ഷണത്തിൽ നിന്ന് മിച്ചമുള്ളത് പോലും അവർ ആർക്കും കൊടുക്കുന്നില്ല. ആ മിച്ചമുള്ളതിനെ പോലും അവരുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. അവരുടെ ഇടയിൽ കൽബിന്, ഹൃദയത്തിനെ റഹ്മത്ത് തൊടുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നാവുകൾ ഹയായിനാൽ കെട്ടപ്പെടാത്ത ആളുകളുണ്ട്. അഥവാ അവരുടെ നാവിന് ഒരു ലജ്ജയുമില്ല. അവർ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയാണ്. അവർ ഫക്കീറിൻ്റെ ചെവിയിൽ പോയിക്കൊണ്ട്, ദരിദ്രൻ്റെ ചെവിയിൽ പോയിക്കൊണ്ട് അവൻ ചെയ്ത നന്മകൾ, അവൻ ചെയ്ത സ്വതക്കകൾ എല്ലാം വിളിച്ചു പറയും. ചിലപ്പോഴൊക്കെ അവനവൻ്റെ സ്വർണത്തിൻ്റെ ഖനികൾ, അതുപോലെ തന്നെ അവൻ്റെ മുത്തുകളുടെ പെട്ടികൾ, അവൻ്റെ വീടുകൾ, അവൻ്റെ വിരിപ്പുകൾ, അവൻ്റെ ഫർണിച്ചറുകൾ, ഇതെല്ലാം എണ്ണാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ദരിദ്രനായനെ വിളിച്ചു കൊണ്ടുവരും. ഇതൊക്കെ എണ്ണി തീർക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്ന എന്താണ്? അവൻ ആ പാവപ്പെട്ടവൻ്റെ മനസ്സിനെ അവിടെ ഉടക്കുകയാണ് ചെയ്യുന്നത്, പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തെ അവൻ താറുമാറ് ആക്കുകയാണ്. അതുപോലെ അവൻ ആ പാവപ്പെട്ടവന് അവൻ്റെ ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പുണ്ടാവുന്ന, ദേഷ്യമുണ്ടാവുന്ന രീതിയിലേക്ക് അവൻ ആക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരത്തിലും, ഓരോ ലഫ്ലുകളിലും, അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുന്ന ഓരോ അനക്കങ്ങളിലും അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിജയിച്ചവനാണ്, ഞാൻ സന്തോഷവാനാണ്, കാരണം ഞാൻ സമ്പന്നനാണ്. നീയാണെങ്കിലോ നീ പരാജിതനാണ്, കാരണം നീ ദരിദ്രനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലൂടെയും ഓരോ അനക്കങ്ങളിലൂടെയും ഈ പാവപ്പെട്ടവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പോലെയാണ് അവിടെ നടക്കുന്നത്. അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്, അഹ്സബു, ഞാൻ ഭാവിക്കുന്നു, ലൗലാന്നൽ അഖ്വിയ ഫി ഹയാത്തിനിൽ ദുഅഫ, ഈ പാവപ്പെട്ടവരിലേക്ക്, ഈ പൈസക്കാർക്ക്, ഈ ശക്തർക്ക് ആവശ്യമില്ലായിരുന്നെങ്കിൽ അവർക്കെന്താണ്, അവരുടെ ഉപകാരങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ഈ പാവപ്പെട്ടവരെ ജോലിക്ക് നിർത്തിക്കൊണ്ട് ഈ പണക്കാർ ഉപയോഗിക്കുന്നില്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളിൽ ഇവരെന്താണ്, അവരുടെ വാഹനങ്ങളെ പരിഹസിക്കുന്നത് പോലെ, ഈ പാവപ്പെട്ടവൻ്റെ വാഹനത്തെ പരിഹസിക്കുന്നത് പോലെ അവൻ്റെ ആവശ്യങ്ങളെ പാവപ്പെട്ടവനെ പരിഹസിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവനെ ഇവൻ്റെ അടുക്കൽ നിർത്തുക, അവൻ്റെ അടുക്കൽ തന്നെ നിർത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ സ്വയം ആനന്ദിക്കാൻ വേണ്ടിയിട്ട്. ഈ പാവപ്പെട്ടവൻ ഇവന് വേണ്ടിയിട്ട് എന്താണ്, അടിമ വേല ചെയ്യുമ്പോൾ, ഇവന് വേണ്ടി ഇവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അതെല്ലാം കണ്ട് ആനന്ദിക്കാൻ ഇവൻ്റെ അടുക്കൽ ഈ പാവപ്പെട്ടവനെ നിർത്തുക. അതായത് അങ്ങനെ ഈ പാവപ്പെട്ടവൻ എന്താണ്, ഈ അടിമ മേഖലക്കും മറ്റുള്ള ജോലികൾക്കൊന്നും വേണ്ടിയിട്ട് ധനികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ, അഥവാ അവർക്കുള്ള ഈ പാവപ്പെട്ടവരിൽ നിന്നുള്ള ആവശ്യങ്ങളെല്ലാം ഈ ധനികരായിട്ടുള്ള ആളുകൾ ചൂഷണം ചെയ്തെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ലം തസൂ ദിമാഹും, ഈ പാവപ്പെട്ട ആളുകളുടെ ചോരയെല്ലാം ഇവർ ഊറ്റി കുടിക്കുമായിരുന്നു. കാരണം ഇപ്പോൾ ഊറ്റി കുടിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവർക്ക് ഈ പാവപ്പെട്ടവരിലേക്ക് ആവശ്യമുണ്ട്, ഈ പാവപ്പെട്ടവരുടെ സേവനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്, ഈ പാവപ്പെട്ടവർ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടതുണ്ട്. അത് കാരണത്താലാണ് അവർ എന്ത് ചെയ്യാത്തത്? ഈ പാവപ്പെട്ടവരുടെ ജീവൻ, അവരുടെ ചോര ഊറ്റി കുടിക്കാത്തത്. ഏതുപോലെ കമഖ്തലസു അർസാഖഹും, അവരുടെ സമ്പത്തെല്ലാം ഇവർ കൊള്ളയടിച്ചതുപോലെ, വല ഹറമുഹുമുൽ ഹയാത്ത, അവർക്ക് ജീവിതത്തെ നിഷിദ്ധമാക്കുമായിരുന്നു, അവർക്ക് ഈ ഭൂലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നിവർ പറയുമായിരുന്നു. ഏതുപോലെ കമാ ഹറമുഹും ലല്ലത്തൽ ഐഷി ഫീഹ, ഈ ഭൂമിയിൽ അവർക്ക് സുഖങ്ങളൊന്നും അനുഭവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ജീവിക്കാൻ തന്നെ അവകാശമില്ല എന്നിവർ പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ രക്തം ഊറ്റി കുടിക്കാത്തതും ഈ ശക്തരായിട്ടുള്ള ധനികന്മാർക്ക് ഈ പാവപ്പെട്ട ദരിദ്രരിൽ ആവശ്യമുണ്ടായതുകൊണ്ട് മാത്രമാണ് അവരെ ജീവിക്കാൻ അനുവദിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ ഉന്മൂലനം ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നുള്ളത്. ഇവിടെ അദ്ദേഹം ധനികരായിട്ടുള്ള ആളുകളെ ശക്തമായി വിമർശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.